ചട്ടമ്പിയുടെ പ്രൊമോഷന് വേണ്ടി കോഴിക്കോട് നിൽക്കുന്ന സമയത്താണ് എന്നെ നിവിൻ ചേട്ടൻ വിളിക്കുന്നത്. നിവിൻ ചേട്ടൻ വിളിച്ചിട്ട് എന്നോട് ആദ്യം ചോദിച്ചു, എടീ നിനക്ക് തമിഴ് പടം ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ചെയ്യാലോ, എന്താണ് ആരുടെയാണെന്ന് വെച്ച് പറഞ്ഞു. ഇങ്ങനെ പേരൻപൻ ഡയറക്ടർ. ഞാൻ പറഞ്ഞു ചെയ്യാം. അപ്പം അദ്ദേഹം 7 കടൽ 7 മല എന്ന് പറഞ്ഞിട്ട് ഒരു പടം സാറിൻ്റെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ റിലീസായിട്ടില്ല, അതിപ്പോൾ ഫെസ്റ്റിവൽസിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിനക്ക് ഇന്ന് വൈകിട്ട് വരാൻ പറ്റുമോ? ഞാൻ ചേട്ടൻ ഞാനിപ്പോൾ കോഴിക്കോടാണുള്ളത്, നാളെ എറണാകുളത്ത് എത്തും. ഓക്കെ, എന്നാൽ നാളെ തന്നെ മീറ്റിംഗ് നിങ്ങൾ ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ മീറ്റ് ചെയ്യണം, നല്ല പരിപാടിയായി ഞാൻ കേട്ടപ്പോൾ എന്ന് പറഞ്ഞു. നിവിൻ ചേട്ടൻ്റെ ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഫസ്റ്റ് ചെല്ലുന്നത്. കാരണം നിവിൻ ചേട്ടൻ എന്നെ വിളിക്കുന്ന വെറുതെ ആവില്ലെന്ന് എനിക്ക് ഒരു ധൈര്യമുണ്ട്. അങ്ങനെയാണ് എന്നെ കനകത്തിലേക്കും വിളിച്ചത്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം മീറ്റിങ്സ് എല്ലാം എനിക്ക് ടെൻഷൻ, കാരണം ആദ്യമായിട്ട് തമിഴിൽ നിന്നൊരു ഡയറക്ടർ നമ്മളെ മീറ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ്. എവിടെ മീറ്റ് ചെയ്യണം, എങ്ങനെ മീറ്റ് ചെയ്യണം ഒന്നും എനിക്കറിയില്ല. അപ്പം നീ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ എവിടെയാണ്, ഏത് ഹോട്ടലിലാണ് വേണ്ടത്, തമിഴിൽ നിന്നൊരു ഡയറക്ടർ വരെയല്ലേ. ചേട്ടൻ പറഞ്ഞു, എടീ എവിടെയാണെങ്കിലും യാതൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, അപ്പോൾ ഇവിടുത്തെ ബെസ്റ്റ് നോക്കുക ഹയാത്ത്. ഓക്കെ, ഹയാത്ത്. ഞാൻ ഇത് പറയുക കേട്ടോ, എൻ്റെ ടെൻഷൻ കൊണ്ട് ഞാൻ പറയുന്നത്. അപ്പം ഹയാത്ത്. അപ്പോൾ എൻ്റെ പൊന്നു ഗ്രേസി, അത് തട്ടുകടയാണെങ്കിലും പുള്ളിക്ക് ഓക്കെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു ഇമാജിനേഷൻ വെച്ച്. ഞാൻ പറഞ്ഞു സീരിയസ്ലി? അപ്പോൾ പറഞ്ഞു നീ എന്താ വെച്ചാൽ കുഴപ്പമില്ല. സാർ പറഞ്ഞു ഹയാത്ത് കുഴപ്പമില്ല, അവിടെ മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അതായത് സാറ് പറയുന്നത് എൻ്റെ കംഫർട്ടിന് അവിടെയാണെങ്കിൽ അങ്ങനെ എന്ന രീതിയിൽ അദ്ദേഹം ചിന്തിച്ചിട്ട് അപ്പൊ ഞാൻ ചിന്തിച്ചു, ഓക്കെ വേണ്ട, ഇവിടെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ക്രൗഡൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ട് ചെന്നു കണ്ടു. ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആകെ ടെൻഷനായി. കാരണം എനിക്ക് തമിഴ് ഉള്ളിലുണ്ട്, പക്ഷെ പുറത്തേക്ക് വരുന്ന കൂടെ അറിയാത്ത മുറി ഹിന്ദിയൊക്കെയാ. അങ്ങനെ ആണല്ലോ, തമിഴ് പറയാൻ വേണ്ടി പറഞ്ഞപ്പോ ഹിന്ദി എന്നാ ഹിന്ദി അറിയോ? അതുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, സാറിനോട് ചോദിച്ചു തമിഴ് പറഞ്ഞാൽ മനസ്സിലാവോ? ഞാൻ പറഞ്ഞു, സാർ മനസ്സിലാവും, തെരിയും, നിങ്ങ പേസുങ്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്നു. അങ്ങനെ സാർ തമിഴിൽ ഞാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തമിഴിൽ നരേറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. അപ്പം ഞാൻ പറഞ്ഞു, സാറ് ഞാൻ പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്, എനിക്ക് ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു, ക്യാൻ യു പ്ലീസ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, എനിക്ക് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ സേയിങ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ അത് നേരത്തെ പറയാൻ പാടില്ലായിരുന്നില്ലേ, എനിക്കും കംഫർട്ടബിൾ അതാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇംഗ്ലീഷ് നറേറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ, ഇതായിരുന്നു ഇത്ര നേരം പറഞ്ഞത്. കാരണം എനിക്ക് തമിഴിന്റെ ABCD അവര് പ്രോപ്പർ തമിഴ് ആൾക്കാർ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. നമ്മളൊന്നും സംസാരിക്കുന്നത് തമിഴേ അല്ലാതെ എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ അദ്ദേഹം ഫുൾ സബ്ജക്റ്റ് പറഞ്ഞു. ഞാൻ അപ്പോഴേ ഓക്കെയാണ്, മനസ്സിൽ ഞാൻ ഇന്നാണ്, പക്ഷെ ഞാൻ പറഞ്ഞില്ല അത്. കാരണം എനിക്ക് പണ്ടോട്ടുള്ളൊരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുമ്പളങ്ങിക്ക് ശേഷം എനിക്ക് കുറേ തമിഴ് ഓഫേഴ്സ് വന്നിരുന്നു. പക്ഷെ അതെല്ലാം ക്യാരക്ടർ റോൾസ് അങ്ങനെയായിരുന്നു വന്നിരുന്നത്. പക്ഷെ നല്ല സിനിമകളായിരുന്നു. അപ്പോൾ എന്നോട് കൂടെ വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, തമിഴിൽ നിന്നൊക്കെ കോള് വന്നാൽ തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ക്യാരക്ടർ റോൾ ആണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും ഫുൾ ലോങ് റൺ ചെയ്യുക. അപ്പം നിനക്ക് താല്പര്യം മെയിൻ ലീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അതിനു വേണ്ടി തന്നെയായിരുന്നു വെയിറ്റ്. നല്ലൊരു ബാനർ, നല്ലൊരു പ്രൊഡക്ഷൻ, നല്ലൊരു പടം, അതിന് വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോഴാണ് ഈ കോള് വരുന്നത്. അപ്പോൾ എൻ്റെ തലയിൽ കൂടെ എല്ലാം കുമ്പളങ്ങി തൊട്ടുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ഒരു ദിവസത്തെ സമയം തരണം, എനിക്ക് പറ്റുമെങ്കിൽ സ്ക്രിപ്റ്റ് ഒന്ന് തരാമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇരുന്നിട്ട്, സ്ക്രിപ്റ്റ് ഇല്ല ഗ്രേസ് എന്ന് പറഞ്ഞു, സ്ക്രിപ്റ്റേ കിടയാതെ. അപ്പം ഞാൻ ഐ വിൽ സെൻഡ് യു ദ സിനോപ്സിസ് എന്ന് പറഞ്ഞു. ഓക്കെ, മതി, നമുക്കത് മതി. അങ്ങനെ വീട്ടിൽ ചെന്നു. നിവിൻ ചേട്ടൻ അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ നിവിൻ ചേട്ടൻ, നീ വായിക്കൊന്നും വേണ്ട, നീ അത് ചെയ്തോ, ധൈര്യമായിട്ട് ചെയ്തോ എന്ന് പറഞ്ഞു. എന്നാലൊരു പേടിക്ക് ഞാൻ സിനോപ്സിസ് ഫുള്ള് വായിച്ചു. സിനോപ്സിസിൽ കാര്യമായിട്ടൊന്നുമില്ല, കഥ മാത്രമേ ഉള്ളൂ. പക്ഷെ ഓക്കെ, ഞാൻ സാർ ഞാൻ ഇന്നാണ്, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പ്രോജക്റ്റിലേക്ക് ഇന്നാവുന്നത്. ഞാൻ ഇന്നാവുന്ന സമയത്ത് 25 days ആയിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. സിനിമ തീർന്നപ്പോൾ 90 ദിവസം എടുത്തു. പറഞ്ഞിരുന്നത് 90 days. കാരണം അവിടെ സിനിമ തുടങ്ങുന്നത് തന്നെ എന്നെ വെച്ചിട്ടാണ് തുടങ്ങുന്നത്, കോയമ്പത്തൂർ. എനിക്കൊരു 10 days ഷെഡ്യൂളിലാണ് എന്നെ വെച്ച് തുടങ്ങുന്നത്. കാരണം സാറിന് ഭയങ്കര കൺസേൺ ഉണ്ടായിരുന്നു, ഞാൻ തമിഴ് പഠിക്കണം, തമിഴ് പറയണം, ഞാൻ തന്നെ ഡബ് ചെയ്യണം എൻ്റെ. അപ്പം സാറിന് ഞാൻ മലയാളി ആയതുകൊണ്ട് എന്നെ വെച്ച് തന്നെ തുടങ്ങിയിട്ട് വേണം അതിന് സാറിന് ഒരു ഗ്രാഫ് കിട്ടാനായിട്ട്. എനിക്കാണെങ്കിൽ ആകെ ടെൻഷൻ. കാരണം പക്ഷേ ഹി വാസ് സച്ച് എ കൂൾ ഗായ്. എന്നെ ഒട്ടും പ്രഷർ എടുപ്പിച്ചിട്ടില്ല. ഇപ്പം എനിക്ക് തമിഴ്
അത്യാവശ്യം മര്യാദയ്ക്ക് പറയാനും പറ്റും, പറഞ്ഞാൽ എനിക്ക് കേൾക്കാനും പറ്റും, മനസ്സിലാക്കാനും പറ്റും. അതായത് നമ്മൾ ചില പ്രോജക്റ്റിലേക്ക് ഇന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മറന്നു പോകും. കാരണം ആ പ്രോജക്റ്റിൽ നമ്മളുടെ ഒരു വിശ്വാസവും പ്രോജക്റ്റിനോട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എനർജി നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളെയും പറ്റി വിട്ടു. കാരണം അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ വെച്ച് ഡിസ്ക് ബൾജ് വരുന്നുണ്ട്. ഡിസ്ക് ബൾജിൻ്റെ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസഹിക്കബിൾ ആണ്. അതെ, പക്ഷേ എനിക്ക് ആക്ഷന് മുന്നേ എനിക്ക് അൺസഹിക്കബിൾ പെയിനാണ്. പക്ഷെ ഞാൻ ആരുടെ പറയില്ല, കാരണം അവിടെ ആ മലയിലേക്കുള്ള പെർമിഷൻ നമുക്ക് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പം ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം പെർമിഷൻ പ്രശ്നമാകും, ഇത് കഴിഞ്ഞ് ഇത്ര ആക്ടേഴ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷേ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വേദനയൊക്കെ എനിക്ക് അറിയില്ല ഇത് എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളത്, എനിക്കതെല്ലാം പോകും. ഏത് മൂവിയാണെങ്കിലും ആക്ഷൻ എനിക്ക് അതിലേക്ക് ഇന്നായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ പെയിനെ ഞാൻ കൺവേർട്ട് ചെയ്തിട്ട് വേറെ എന്താണോ പരിപാടി അതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടും. അതങ്ങനെ ചെയ്യരുത് എന്നുള്ളത് എനിക്ക് അത് കഴിഞ്ഞ സിനിമ ശേഷമാണ് ഞാൻ അത് മനസ്സിലായി. കാരണം കണ്ടിന്യൂസ് ഇതിങ്ങനെ വന്ന് സ്മോൾ ബഡ്ജ് അത് വലുതായി ലാർജായി പതിയെ പെയിൻ്റെ സ്റ്റേജ് മാറി മരവിപ്പിലേക്ക് വന്നു. എനിക്ക് കാല് ഫീൽ ചെയ്യാതായി. പിന്നെ പതിയെ എനിക്ക് ഈ സൈഡ് പാരലൈസ് സ്റ്റേജിലേക്ക് വന്നു. കാരണം എനിക്ക് ഈ കാല് അനങ്ങുന്നില്ല. ഞാൻ വിചാരിക്കുന്നുണ്ട് അനങ്ങുന്നുണ്ട്, പക്ഷെ എനിക്ക് അനങ്ങുന്നില്ല. നടക്കുമ്പം എനിക്ക് ബാലൻസ് ഇല്ലാതെ ഞാൻ വീഴുന്ന ഒരു സ്റ്റേജിലേക്കായി. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് എന്തോ സീരിയസ് ആയിട്ട് എൻ്റെ ബോഡിയിൽ സംഭവിക്കുന്നുണ്ട്. അതുവരേക്കും ഞാനിത് ആരടുത്തും പറയുന്നില്ല. അതായത് സിനിമയിലേക്ക് സെറ്റിൽ ഞാനിത് ആരടുത്തും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ അത് തെറ്റായിപ്പോയി. അതങ്ങനെ ചെയ്യരുതായിരുന്നു. നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കണം എന്നുള്ളത് പിന്നെ പ്രയോറിറ്റി നമ്മൾ കൊടുക്കണം എന്നുള്ളത് പിന്നെയാണ് ഞാൻ. അതിനുശേഷം ഞാൻ 2 പടം കമ്മിറ്റ് ചെയ്ത് ഒരു വെബ് സീരീസ് നമ്മുടെ ലില്ലിക്കുട്ടിയൊക്കെ ചെയ്യുന്നത് ആ സമയത്താണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മെഡിക്കേഷൻ ഉണ്ട്. ഈ മെഡിക്കേഷൻ ഇത്രയും സ്റ്റിറോയിഡ്സും സംഭവങ്ങളും ആസ്മയുടെ പ്രശ്നങ്ങളും ഇൻഹേലറും എല്ലാം എടുക്കുന്നതുകൊണ്ട് എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുവാണ്. ഞാൻ എത്ര എനിക്ക് കാരണം ഈ പെയിൻ ഉള്ളതുകൊണ്ട് എന്നെക്കൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എനിക്ക് ഫുഡ് എത്ര കൺട്രോൾ ചെയ്താലും എനിക്ക് വെയിറ്റ് ലോസ് ആവുന്നില്ല. കയറുന്നതുകൊണ്ട് കാണുമ്പോൾ എല്ലാവരും പറയും എന്താണ് ഇങ്ങനെ വണ്ണം വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴും നമുക്ക് ഈ സ്റ്റോറി എല്ലാം നമുക്ക് ഇവരോട് പറയാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് പോയി സർജറി ചെയ്തത്. അതെ, അത് എടുത്ത് റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്യുന്ന സ്റ്റോറി ആയിരുന്നു. ഞാൻ ഹോസ്പിറ്റലൈസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സാറിനെ വിളിച്ചു. സാർ, അപ്പൊ എന്നെ സാർ ഡോൺ എന്നാ വിളിക്കുന്നത്. റാം സാറിനെ ഡോൺ എന്നാ വിളിക്കുന്നത്. ഹായ് ഡോൺ, എന്നാ എപ്പടി இருக்கீங்க? ഞാൻ സാർ ஹாஸ்பிடல்ல இருக்கீங்க சார். என்னாச்சு? சார் நம்ம பல்ஜ் இல்ல சார். பல்ஜ் என்னாச்சு சார்? அது ரிமூவ் பண்றதுக்கு வந்தேன் சார். பண்ணிட்டு வா. എടുത്തിട്ട് വരാൻ പറയുന്ന പോലെ. ഞാൻ പറഞ്ഞു സാർ ഐ എം ഗോയിങ് ഫോർ ആക്ച്വൽ സർജറി സാർ, റിയൽ സർജറി. பரவாயில்ல கிரேஸ், ஐ வில் ப்ரே ஃபார் யூ, நோ ப்ராப்ளம். எல்லாம் பண்ணி நல்லா வா. இதுக்கப்புறம் നമുക്ക് வந்து எவ்வளோ நாள் ரெஸ்ட் இருக்கும் சார்? நம்ம சார் 1 month பெட் ரெஸ்ட் சார் பாருங்க. ஓகே, அது கொஞ்சம் 2 months ரெஸ்ட் போட்டு நமக்கு அதுக்கப்புறம் டப் ஸ்டார்ட் பண்ணலாமா? ஓகே சார், ஓகே ആഫ്റ്റർ 2 months பார்க்கலாம் சார். ഓക്കേ അങ്ങനെ. പക്ഷെ ഞാൻ ഫസ്റ്റ് റാം സാറിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ മമ്മൂക്കയ്ക്ക് മെസ്സേജ് അയച്ചു. കാരണം എനിക്ക് വേറെ ആരോടും പറഞ്ഞില്ലെങ്കിലും ഞാൻ ഇങ്ങനൊരു ഇതിന് പോവാണ്. ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇക്കെ അറിയണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് എനിക്കിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വയ്യായിരുന്നു, അപ്പം ഇങ്ങനെ ഇതിന് പോവാണ്, സർജറിക്ക് പോവാണ് ഇക്ക എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മെസ്സേജ് അയച്ചു. ഇക്ക പറഞ്ഞു ഐ വിൽ പ്രേ ഫോർ യു എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ തന്നു. ഫോൺ മാറ്റി സൈലൻ്റ് ആയി എയർപ്ലെയിൻ മോഡിൽ വെച്ചിട്ടാണ് ഞാൻ സർജറിക്ക് പോകുന്നത്. അപ്പോൾ ഈ 2 വ്യക്തികളോടാണ് ഞാൻ പറഞ്ഞിട്ട് പോയത്. വേറെ ആർക്കും അറിയത്തില്ലായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത്, ആരോടും പറഞ്ഞിട്ടില്ല. അതെ, ഇപ്പം എല്ലാം ഓക്കെ, ചിൽ.